ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട്. ഒരു പക്ഷേ വീഡിയോ ഇടാഞ്ഞത് എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഇതിൽ നിന്നുള്ള ശ്രദ്ധ മാറിപ്പോയത് കൊണ്ടുമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചുമ്മാ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമൻറ്റ്സ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ പതിവായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ തിരക്കും മൂലം അങ്ങനെ ഞാൻ ചാനലേ നോക്കാറില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കണ്ടൊരു കമൻറ്റിൻ്റെ റിപ്ലൈ ഞാൻ പറയാം. ഇത് കണ്ട കമൻറ്റ് ഇതായിരുന്നു. അതായത് ലവ് ബേഡ്സിനെ മേടിച്ചിട്ട് അതിൻ്റെ കലത്തിനകത്ത് ചകിരിപ്പൊടിയും മരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടെന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും അങ്ങനെയൊന്നും ഇട്ട് വെക്കല്ല്. ഈ ലവ് ബേഡ്സിനെ മേടിച്ചുകൊണ്ട് വരുമ്പം എല്ലാവർക്കും, അതായത് എനിക്കും നിങ്ങൾക്കും ഇതിനെ മേടിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും വലിയ ആഗ്രഹം ഇത് എത്രയും പെട്ടെന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് വരണം. ആ ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്, എനിക്കറിയാം 100%. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം മുട്ടയിടാൻ സ്ഥലം നമ്മൾ വീട്ടിൽ കോഴിക്കൊക്കെ കാണിച്ച് വെക്കുന്ന പോലെ ഇതിനകത്ത് ചകിരിയും കച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഒരു കാലത്തും അങ്ങനെയൊന്നും ചെയ്യല്ലേ. കാരണം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ബേഡ്സിന് ഡിസ്റ്റർബ് ആയിരിക്കും. ശരിക്കും ലവ് ബേഡ്സിന് എന്ന് വെച്ചാൽ അവർ സ്വയം കൂട് ഒരുക്കിക്കോളും. നമ്മളിതൊരു കലത്തിന് പൊട്ടിച്ച് അതിനൊരു വക്ക് ഒരുക്കി കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് കയറത്തക്ക രീതിയിൽ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ബേഡ്സ് തന്നെ ചെയ്തോളും. ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് റിപ്പീറ്റായിട്ട് കമൻറ്റ് ഞാൻ കണ്ടു, അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കലം വെച്ച് കലത്തിനൊരു പൊട്ടലൊക്കെ ഇട്ട് കൊടുക്കുക, വാ ഒന്ന് വെട്ടിക്കൊടുത്ത് അതിൻ്റെ മേൽവശം ഏറ്റവും എബോവ് ആ വലിയ ടോപ്പ് വരുന്ന പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കവർ ചെയ്ത പോട്ട് ഏറ്റവും മണ്ടയ്ക്ക്, ഏറ്റവും കൂടിൻ്റെ ഏറ്റവും ടോപ്പിൽ വെക്കാൻ നോക്കുക. കാരണം ഏറ്റവും ടോപ്പിലിരിക്കുന്ന കലത്തിലായിരിക്കും ബേഡ്സ് കയറാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇപ്പം നല്ല ഹൈറ്റുള്ള കൂടാണെങ്കിൽ നമ്മൾ ഏറ്റവും താഴെ കൊണ്ടുവെക്കാതെ ഏറ്റവും മുകളിൽ കലം ഫിക്സ് ചെയ്യുവാണെങ്കിൽ ബേഡ്സ് അവിടെ ആയിരിക്കും. പിന്നെ ഇതിന് കൂട്ടിലേക്ക് കയറാൻ എളുപ്പത്തിന് ആ വരുന്ന ഭാഗത്ത് എന്തെങ്കിലും കമ്പൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇരുന്ന് കയറാനൊക്കെ സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നാടൻ തത്തയൊക്കെ പറന്ന് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുന്ന പോലെ ഇരുന്ന് കയറിക്കോളും. അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് കൂടിനകത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ വീഡിയോ ഇടാതിരുന്നത് ഒരുപാട് തിരക്കും ബിസിയൊക്കെ ആയതുകൊണ്ടാണ്. ഒരുപാട് പേര് റിപ്ലൈക്ക് വേണ്ടി കമൻറ്റ് ഇട്ടൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ചാനൽ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നും. കാരണം ഡൗട്ട് ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ഓർത്ത്. കാരണം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന. പക്ഷേ ഈ സമയത്തും എന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ നമ്പറൊക്കെ ഉള്ളവർ. അപ്പോൾ അവർക്ക് ഈ തിരക്കിനിടയ്ക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നല്ല വീഡിയോ ഇടണം, അതിന് കുറച്ച് പരിപാടിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ഷൂട്ട് ചെയ്ത വീഡിയോ പോലും ഇല്ലായിരുന്നു. ഇത് പണ്ടത്തെ ഏതോ ഒരു വീഡിയോ ഗ്യാലറി കടന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന. അതുപോലെ ബേഡ്സ് റിലേറ്റഡായിട്ടുള്ള ഡൗട്ടോ ക്വറീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തരാം. നമ്പരൊക്കെ ഉള്ളൊരു വാട്സാപ്പിലൊക്കെ അയച്ചത്. എനിക്കത് നമ്പരൊക്കെ ഞാൻ ഇതിൽ നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അധികം. നമ്പറില്ലാത്തവർ മെസ്സേജ് അയച്ചാൽ മതി, അതായത് കമൻ്റ് ഇട്ടിട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൈമാണ്. അതായത് ചാനലൊക്കെ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കി എന്തോ അപ്ഡേഷൻ നോക്കി. സത്യം പറഞ്ഞാൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് കയറിയ കാര്യം പോലും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കിയിട്ട് ഞാൻ കമൻ്റ് ഇടാം. നമ്പറുള്ളവർ മെസ്സേജ് ഇട്ടാൽ മതി. കൂടുതലും വിളിക്കുന്നതിനേക്കാളും സൗകര്യം എനിക്ക് റിപ്ലൈ തരാൻ മെസ്സേജിനായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ശരി, ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.